ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളതിന് തുണി മടക്കിയിട്ടിട്ടുണ്ട്, നാലായിട്ട് മടക്കിയിട്ടേക്കുന്നതാണ്. ഫോൾഡഡ് സൈഡ് ഇവിടെയും ഓപ്പൺ സൈഡ് ഇപ്പുറത്തുമായിട്ട് ആണ് നമ്മൾ ഇങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത്. നമുക്ക് മൊത്തം ഇറക്കാൻ വേണ്ടത് 53, അതിൻ്റെ കൂടെ രണ്ടുകൂടെ കൂട്ടി 55 നമ്മൾ എടുക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എക്സൽ ആയതുകൊണ്ട് ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതേപോലെ താഴോട്ട് നമ്മളൊരു 7 എടുക്കുന്നുണ്ട്. ഇതിന് യോക്കിൻ്റെ അളവ് 9 എടുത്തേക്കുന്നത്. അത് ചേർത്ത് ഒന്ന് വരയ്ക്കും. പിന്നെ നമുക്ക് വേണ്ടത് കൈയാണ്. കൈയുടെ അളവ് നമ്മൾ 7 എടുത്തേക്കുന്നത്. 6 ഇഞ്ച് അത് ഒരു ഇഞ്ച് തയ്യത്തും കൂടെ കൂട്ടി 7. പിന്നെ 3.5 ഇഞ്ച് എടുത്തിട്ട് ഒരു വര വരയ്ക്കുക. നമുക്കിങ്ങോട്ടൊരു 9 ഇഞ്ചാണ് വേണ്ടത്. അത് ഇവിടെ നമ്മൾ വരയ്ക്കുന്നു. അതുപോലെ ഇത് 7 ഇഞ്ച് ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു മൊത്തത്തിൽ കൈയുടെ അളവ് 9 വേണ്ടത്. ഇവിടുന്ന് താഴോട്ട് നമ്മൾ ഒരു 6.5 ഇഞ്ചിൽ കൈ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത് 6 ഇഞ്ചാണ്. അതേപോലെ ഇവിടുന്ന് നമ്മളൊരു 9 ഇഞ്ച് അവിടെ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തിയ പോലെ ഇവിടെ ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അവിടുന്ന് ഒരു 1.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഈ 9 ഇഞ്ച് തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്മളെടുത്ത് 6 ഇഞ്ച് അത് എവിടെ വരുന്നോ അവിടെ നമ്മളത് മാർക്ക് ചെയ്യണം. അതിനുശേഷം അത് രണ്ടും യോജിപ്പിച്ച് ഒരു വര വരയ്ക്കും. ആദ്യം നമ്മൾ യോക്കിൻ്റെ പാർട്ടാണ് വെട്ടുന്നത്. ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മളിങ്ങനെ ചെരിച്ച് വെട്ടുന്നത്. ബാക്ക് പീസ് നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു കേർവ് കൊടുത്താണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മൾ വെട്ടിയെടുക്കുന്നു. കഴുത്തിന് നമ്മൾ 3 ഇഞ്ച് അകലം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇറക്കം 5.5 കൊടുക്കുന്നത്. കഴുത്ത് ഇറക്കം 5.5. അത് ഇവിടുന്നൊരു 1.25 ഇഞ്ച് മുകളിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ലോപ്പായിട്ട് വരയ്ക്കും. അതിനുശേഷം മാറ്റിയിട്ട് ബാക്ക് പീസ്
ഇഞ്ച്, അതുപോലെ ഇറക്കം 3.5. എന്നിട്ട് ഒരു ചെറിയൊരു കർവ് കൊടുത്ത് അത് ഞാനിപ്പോൾ വെട്ടുന്നില്ല, തയ്ക്കുന്ന സമയത്തേ വെട്ടത്തുള്ളൂ. അതുപോലെ ഈ പീസ് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൈ വെട്ടിയെടുക്കണം. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്.